പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 3-ാം തീയതി ആമേൻ, തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര അതിശയകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നന്ദി പറയണം. കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത് ഓർത്തിട്ട് കൈകളെ ഉയർത്തി പിടിച്ചോണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനാണ് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ഹല്ലേലൂയ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. വൈകിട്ട് സന്തോഷത്തോടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് കൃപ തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങാണ് ഞങ്ങൾക്ക് സാഹചര്യങ്ങളെ തരുന്നത്, അങ്ങാണ് ഞങ്ങൾക്ക് ആരോഗ്യത്തെ തരുന്നത്, അങ്ങാണ് ഞങ്ങൾക്ക് സമാധാനത്തെ തരുന്നത്. ഞങ്ങളുടെ ബലം അങ്ങാകുന്നു, ഞങ്ങളുടെ കോട്ട അങ്ങാകുന്നു, ഞങ്ങളുടെ പാറ അങ്ങാകുന്നു, ഞങ്ങളുടെ മറവിടം അങ്ങാകുന്നു, ഞങ്ങളുടെ സുരക്ഷിത സ്ഥാനം അഭയാകുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ പുറപ്പെടുവിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹിമ ഞങ്ങളിലൂടെ പുറപ്പെടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. 115-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം പറഞ്ഞു, യഹോഭക്തന്മാരെ യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ അവരുടെ സഹായവും പരിചയവുമാകുന്നു. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവ് നമ്മുടെ സഹായവും പരിചയവുമാണ്. 13-ഉം 14-ഉം വാക്യങ്ങൾ പറയുന്നു, അവൻ യഹോഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അവൻ 17-ഉം 18-ഉം മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയാൽ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. കരമുയർത്തിയിട്ട് പറ, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുകയും വൈകിട്ട് സന്തോഷത്തോടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം പരിഹരിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് കോടതി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ മേൽ, കേസുകൾ ഇന്ന് പകൽക്കാലം എല്ലാത്തിൻ്റെ മേലും ദൈവിക അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല അഡ്വക്കേറ്റായ പരിശുദ്ധാത്മാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് ആമേൻ വാദിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കോടതി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ പരിഹാരം ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നു. ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ മഹിമ വെളിപ്പെടുന്നതിന് സ്തോത്രം. ദൈവശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിണരാലുള്ള സൗഖ്യം ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലേക്ക് വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, ചെവിയുടെ കേൾവി മടങ്ങി വരട്ടെ, നാവിൻ്റെ സംസാരശേഷി മടങ്ങി വരട്ടെ. കൈകാലുകൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വെക്കട്ടെ. ഹല്ലേലൂയ. വളഞ്ഞുപോയ അസ്ഥികൾ ഇപ്പോൾ നിവർന്നു വരട്ടെ, കൂനുകൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. വളഞ്ഞുപോയ കാലുകൾ യേശുവിൻ നാമത്തിൽ നിവർന്നു വരട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. ആ ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാകട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, ഹൃദയത്തിനകത്ത് അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ശക്തിയെ ഈ മക്കളിലേക്ക് റിലീസ് ചെയ്യുക. അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, അതുപോലെ ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വാതിൽ ഇന്ന് തിങ്കളാഴ്ച യേശുവിൻ്റെ നാമത്തിൽ ജൂൺ മാസം 3-ാം തീയതി ഒരു അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്
ഈ 3-ാം തീയതി സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ വിഷയങ്ങളിൽ ദൈവിക വിടുതലുകൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം, കർത്താവേ, മാതാപിതാക്കൾ വളരെ ഭാരത്തോടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വിവാഹം നടക്കട്ടെ. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ആമേൻ. അതുപോലെ മറ്റെല്ലാ വിഷയങ്ങളിലും ദൈവിക കരം ചലിക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീർന്നു. ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ കരുതണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാത്രി 9:30 നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ ആദ്യമായിട്ട് കേട്ടതാണെങ്കിലും നിങ്ങൾ എപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെയും ഓൺലൈനിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഇന്ന് നിശ്ചയമായിട്ടും ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. സൂമിലൂടെ കാണാം, യൂട്യൂബിലൂടെ നിങ്ങൾക്ക് കാണാം. മറക്കരുത് കേട്ടോ. ആമേൻ. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അതിനെക്കുറിച്ച് പറയണം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. അത് വലിയ ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ മീറ്റിങ്ങുകളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഉണർവ് ലോകവ്യാപകമായി പടരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ പങ്കെടുക്കണം. തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. പലരും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ആകരുത്. ഇന്ന് തക്ക സമയത്ത് ജോയിൻ ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാവുന്നതായ സംഭവമാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായ ചെറുപ്പക്കാരൻ, ആർക്കും പിടിച്ചു വെക്കുവാൻ കഴിയാതെ ആമേൻ തന്നെ ഉപദ്രവിച്ച് കല്ലറകളിലും ആമേൻ എന്നാ പറയുന്നത്, അങ്ങനെ ജീവിതം പാഴും ശൂന്യമായി കടന്ന് മറ്റെല്ലാവർക്കും ഒരു ഉപദ്രവകാരിയായിരുന്ന ഈ ചെറുപ്പക്കാരനെ കർത്താവ് സൗഖ്യമാക്കി. കർത്താവ് പറഞ്ഞു, അവനിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ യേശു ശാസിച്ചപ്പോൾ അവനിൽ നിന്ന് പുറത്തുപോയി. നിങ്ങൾക്കറിയാമോ, ഒരുതപ്പെട്ട പ്രശ്നങ്ങളുടെ പിറകിലെല്ലാം പൈശാചിക ശക്തിയാണ്. നമ്മൾ അതറിയാതെ അതിനുവേണ്ടി പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഈ ചെറുപ്പക്കാരന് നാട്ടുകാർ പറഞ്ഞാൽ അവനെ ഭ്രാന്ത മെൻ്റൽ പ്രോബ്ലമാണെന്ന് പറയും. എന്നാൽ അവനെ ഒരുപക്ഷെ പലയിടത്ത് കൊണ്ടുപോയി കാണും, ചെങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവനെ ബാധിച്ചില്ല. അവൻ രോഗം ഭ്രാന്ത് മൂർച്ഛിച്ച് അല്ലെങ്കിൽ പൈശാചിക ബന്ധനത്തിൽ അവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവനെ സൗഖ്യമാക്കുന്നത്. യേശു അവനിലുള്ള പൈശാചിക ശക്തിയെ ശാസിച്ചു. ഇന്ന് പൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതുപോലുള്ള മാനസിക രോഗികൾ സൗഖ്യമാകട്ടെ. നസറേനായ യേശുവിൻ നാമത്തിൽ മനസ്സിനെ അവൻ താളം തെറ്റിച്ചിരിക്കുന്ന പൈശാചിക ശക്തികൾ ഈ പ്രഭാതത്തിൽ വിട്ടുപോട്ടെ, സ്വസ്ഥമാകട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പം ഇവൻ എന്നാ ചെയ്തു? ഇവൻ ഈ സൗഖ്യം കെട്ടിക്കഴിഞ്ഞ് ഇവൻ വസ്ത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഇവൻ യേശുവിൻ്റെ കൂടെ പോകാൻ അങ്ങ് തീരുമാനിച്ചു. യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാനും യേശുവിനെ സഹായിക്കാൻ തീരുമാനിച്ചു. അവിടെ യേശു 19-ാമത്തെ വാക്യം പറയും, യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാൻ. ദാറ്റ് മീൻസ് യു ഷെയർ യുവർ ടെസ്റ്റിമണി. ഞാൻ ഇങ്ങനെയുള്ളവനായിരുന്നു, എന്നാൽ എന്നെ യേശു തൊട്ടു, എൻ്റെ ജീവിതം മാറി. ഇത് പറയാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. അവൻ പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. ജനമെല്ലാം ആശ്ചര്യപ്പെടുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മെസ്സേജിൻ്റെ പേര് ഷെയർ യുവർ ടെസ്റ്റിമണി. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദാവീദിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു, ദൈവം ദാവീദിന് ചെയ്തത് ദാവീദ് മറച്ചു വെക്കത്തില്ല. ദാവീദ് അത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മളിൽ പലരും എന്തെല്ലാം അത്ഭുതങ്ങൾ കർത്താവിൻ്റെ കണ്ടതാണ്, എന്തെല്ലാം വിധത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതാണ്, ഏതെല്ലാം വിധത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നമ്മൾ പ്രാപിച്ചവർ. ബട്ട് നമ്മളെപ്പോഴും ക്വയറ്റായിട്ടിരിക്കുക. നമുക്ക് പറയുവാൻ മടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് നമ്മൾ ഷെയർ ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ആമേൻ. ദാവീദ് പറയുക, 71-ാം സങ്കീർത്തനം 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ വായ ഇടപെടാതെ നിൻ്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും. നിൻ്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ആമേൻ. 66-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം പറയും, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിനക്ക് വിവരിച്ചു തരാം. അപ്പം സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ആ ഒരു പോളിസി ഉണ്ട്. ആരെ കണ്ടാലും നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ചെയ്ത നന്മ പറയണം.
കർത്താവ് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് പറയണം. കർത്താവ് നിങ്ങളെ രക്ഷിച്ചതിനെക്കുറിച്ച് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കർത്താവിൻ്റെ ആ അസാധാരണ ഫേവർ നിങ്ങൾ അനുഭവിച്ചത് പറയണം. കാരണം അത് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയോ അത് പറയണം. നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കിയോ ധൈര്യമായിട്ട് പറ. നിങ്ങളെ സൗഖ്യമാക്കിയോ അത് ധൈര്യമായിട്ട് പറ. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്തോ ധൈര്യമായിട്ട് പറ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ഷെയർ ചെയ്യണം. ആമേൻ. നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ആത്മാവിൽ നിറയുന്നതും ആത്മശക്തി നിങ്ങൾ പ്രാപിക്കുന്നതും ഇതൊക്കെ ദൈവം നമുക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കും ഒരു പ്രതീക്ഷയുണ്ടാകും. ഈ ദൈവം എനിക്ക് വേണ്ടി നന്മ ചെയ്യും. ഈ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയത് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു പ്രതീക്ഷയുണ്ടാകും. ഈ കർത്താവ് എന്നെയും സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയുന്നത്, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്, നിങ്ങൾ ദർശനങ്ങളെ കാണുന്നത്, നിങ്ങൾക്ക് ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, മറ്റുള്ളവരോട് പങ്കുവെക്കെ അവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. എനിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകണം, എനിക്കും ഇങ്ങനെയൊക്കെ ലഭിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സഭായോഗത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീക അനുഭവങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പ്രചോദനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആ നിരാശ മാറുന്നത്, ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറ. അപ്പോൾ അവർക്കും നിങ്ങളുടെ ചർച്ച വരണമെന്ന് ആഗ്രഹമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരുവൻ പറയാതെ മറ്റുള്ളവരെ എങ്ങനെ വിശ്വസിക്കും? ഒരുവൻ പറയാതെ മറ്റുള്ളവർ എങ്ങനെ അറിയും? അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് ചെയ്തത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്തത്, നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തത് മറ്റുള്ളവരോട് പറയുക. അവൻ ദൈവം നിങ്ങൾക്ക് തരുന്ന ആത്മീക അനുഭവങ്ങൾ, നിങ്ങൾക്ക് തരുന്ന ദർശനങ്ങൾ, അവൻ ആത്മാവിൻ്റെ നിറവ്, ഇത് മറ്റുള്ളവരോട് പറയുക. അപ്പോൾ അവർക്കും ആ ആത്മീക അനുഭവങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടാകും. 3, നിങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന ആത്മീക അനുഭവങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ഒരു സഭായോഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, നിങ്ങൾക്ക് ലഭിക്കുന്ന സംതൃപ്തി, നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീക അനുഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂട്ടുകാരോടും ഷെയർ ചെയ്യും. അപ്പോൾ അവർക്കും നിങ്ങളോടൊപ്പം ചർച്ച വരണമെന്ന് തോന്നും. നിങ്ങൾ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ. ഷെയർ യുവർ ടെസ്റ്റിമണി. ഇന്നോട്ട് തുടങ്ങണം കേട്ടോ. ഈ അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സിൻ്റെ മന്ദിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡായ അനുഗ്രഹങ്ങൾ വരും. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ, കർത്താവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകളെ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. യഹോവ നമ്മളെ സഹായിക്കും. ആമേൻ, ആമേൻ. ഈ മാസത്തിൻ്റെ പ്രത്യേകത അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ആണ്. എക്സ്പെക്റ്റ് ചെയ്യുക വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.